വലിയ പോരാട്ടമാണ് സുഹൃത്തുക്കളെ. ഞങ്ങള് വീട്ടില് ഫുൾ ടൈം ആ ഒരു പരിപാടിയുടെ പുറകെയാണ്. പക്ഷെ ഇന്ന് കുഞ്ഞുങ്ങളായിട്ട് സാധാരണ ബെറ്റ് വെക്കരുത്, പൈസ വെച്ച് കളിക്കരുത്. പക്ഷെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് വെക്കാൻ പാടില്ല എന്നേ പറയാറുള്ളൂ. പക്ഷെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് കുഴപ്പമില്ല. പോട്ടെ, വാശി കൂടാൻ വേണ്ടി കളിയുടെ കളിയാണ്. ആ 500 രൂപ വെച്ചിട്ടാണ് ഇന്നത്തെ ഒരു വാശിയേറിയ മത്സരം തുടങ്ങാൻ പോവാണ്. കോമേഴ്സ്യലി കളിയാ. കാരണം ഞാൻ ബിഹൈൻഡ് സ്ക്രീൻ ആണ്. ഇത് രണ്ടുപേരും കോമ്പറ്റീഷൻ ആണ്. എന്താ നടക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല. ഇതൊന്ന് വെട്ടും കുത്തും പുറവരൊക്കെ അഞ്ജലിക്കാണെങ്കിൽ ഈ ഗെയിമിന്റെ അല്ലെങ്കിൽ ഈ പരിപാടി നടക്കുമ്പോൾ ഒരു വാശിയുണ്ട്. അതായത് നഖവും പല്ലും കോൺട്രപ്പല്ലും എല്ലാം നീണ്ടുവരും. ആക്ച്വലി നിങ്ങൾക്ക് അറിയാലോ ആരുടെ കോൺട്രം പല്ലാണ് പുറത്തേക്ക് വരിക എന്നുള്ളത്. അത് ഞാനിപ്പോ ഇവിടെ പറയാനും കാണിക്കാനും ആഗ്രഹിക്കുന്നില്ല. അത് 500 രൂപ വെക്കണം എന്ന് പറഞ്ഞപ്പോ തന്നെ ഓടിപ്പോയി. അവർക്ക് മനസ്സിലായി വേണ്ട, ഈ കളിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവർ പെടും എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാനും ആവണേയും ആക്ച്വലി മറ്റു പലരെയും കൂടെ വിളിക്കണമായിരുന്നു കോമ്പറ്റീഷന്. അത് പോട്ടെ, എന്നാലും കുഴപ്പമില്ല. ക്യാമറ കൈകാര്യം ചെയ്യാൻ മറ്റാരും ഇവിടെ ഇല്ലാത്തതിനാൽ താങ്കൾ രക്ഷപ്പെട്ടു. അപ്പൊ വാശിയേറിയ മത്സരം തുടങ്ങാൻ പോവാണ്. പക്ഷെ ബെറ്റ് ഇട്ടുക ക്യാഷ് ആയിട്ടല്ല, അത് ഗ്രൂപ്പ് ആയതുകൊണ്ട് എന്നെ ഏൽപ്പിച്ചതുകൊണ്ട് നിങ്ങൾ കാണിക്കാൻ പറ്റും. ഞങ്ങള് ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്നതനുസരിച്ച് ഇവള് പഠിച്ചെല്ലാം കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ചെലവഴിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു ഗെയിമാണ്. ഈ ഗെയിമിൽ നമ്മള് ഈ പേജില് അവനിപ്പോ ക്രിയേറ്റ് ചെയ്ത് ആരെ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാനാണ്. അപ്പൊ ഒരു പ്രൈവറ്റ് ആൻഡ് ലോക്കൽ എടുത്തിട്ട് അവിടെ മാസ്റ്റർ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ആക്ച്വലി ക്ലാസിക് ആരോ ക്യൂബ് മാസ്റ്റർ അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മാസ്റ്റർ എടുത്തിട്ട് മാജിക്കും കൂടെ ഞാൻ എടുക്കുകയാണ്. ഇതിൽ എത്ര പേര് ഇങ്ങനെ കളിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. സോ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ അവന് ഈ നമ്പർ അവനെയും കൂടെ റൂം ഐഡി അടിക്കണം. അപ്പൊ അവന് ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് 37030008858 അവന് ജോയിൻ ചെയ്തു. യെസ്, അവന് ജോയിൻ ചെയ്തു. ബ്ലൂബെറി എന്നുള്ള പേരിൽ അവന് ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, യെസ്. ഫസ്റ്റ് ഞാൻ ഇറങ്ങി 2 വീണു. 2 റോക്കറ്റില് ഇവിടെ എത്തിയിരിക്കുകയാണ് ഞാൻ ആദ്യം തന്നെ. ഓക്കെ, ഞാനാണ് കളിക്കുന്നത്. ഞാൻ 6 വീട് ഇറങ്ങിയിട്ടത്. സ്പീഡ് പറയാണി 5 വീടിരിക്കുകയാണ്. നമ്മൾ 500 രൂപ എടുത്തു വെച്ചിട്ട് വേണമായിരുന്നു കളിക്കാൻ. അപ്പൊ കുറച്ചും കൂടെ 500ന്റെ ഗാന്ധിജിയെ കാണുമ്പോൾ കുറച്ചുകൂടെ ആവേശം ഉണ്ടായിരുന്നു. അതെ, 2 വീണിരിക്കുകയാണ് കേട്ടോ. 2 കൂടെ ആവണിക്ക് വീണിരിക്കുകയാണ്. അതെ, നാളെ മറ്റേ പാലക്കാട് ഇലക്ഷൻ നടന്നതുപോലെ അനക്കാനും വാശിയുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത്. എനിക്ക് 6 വീടും ഞാൻ 3ാമത്തെ ആളെ ഇറക്കിയിരിക്കുകയാണ്. എനിക്കും 6 വീടായി. ഇതിലെ പ്രത്യേകത ഉണ്ട്. ഇതില് ഒരാളെ വെട്ടിയാൽ മാത്രമേ വീട്ടിലേക്ക് കയറാൻ പറ്റൂ. നമുക്ക് വെറുതെ ബ്ലോക്ക് ഉണ്ട് കണ്ടോ. ഇവിടെ നിങ്ങൾക്ക് ആ ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ ബ്ലോക്ക് ഉണ്ട്. എനിക്ക് 5 ബ്ലോക്കാണ്. ഏകദേശം എന്റെ വീടിന്റെ അടുത്ത് ആവണിയുടെ കോയിൻ വന്ന് കിടപ്പുണ്ട്. ഇനി ആവണി അത് മുമ്പോട്ട് നീക്കുകയാണെങ്കിൽ എനിക്ക് വെട്ടാൻ പലതരം ഓപ്ഷൻസുകളുണ്ട്. കുട്ടികൾ പലതരം നോക്കുന്ന മാറ്റം കണ്ടോ. സന്തോഷം ആസ്വദിച്ചിരിക്കുന്നു. അവന് അഞ്ജലിയുടെ മുഖത്ത് ആരും വിട്ടണം എന്ന് അവനിക്ക് 6ഉം 5ഉം ഒക്കെ വീണിരിക്കുകയാണ്. കുറച്ച് സ്പീഡ് കാണാൻ അവളുടെ ഓട്ടം. ഓക്കെ, എനിക്ക് ഏകദേശം അവളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ 6 കിട്ടിയ റോക്കറ്റ് എടുത്തിരിക്കുകയാണ്. ആ റോക്കറ്റിൽ ഇതാ അവളുടെ അടുത്ത് എത്തിയിട്ട് 4 പക്ഷെ അവൾക്ക് ഇടാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ 4 ഇത് നീക്കുകയാണ്. കാരണം 4 ഇട്ട അവളുടെ മുമ്പിലേക്ക് വീഴും ഞാൻ. 3 അപ്പൊ ഇനി ഒരു 6 വീണ എനിക്ക് അവളെ വെട്ടാം. പക്ഷെ ഗായ്സ് 5ആണ് വീണത്. പക്ഷെ ഞാൻ പിന്നാലെ ഉണ്ട്. പിന്നാലെ അതെ, വീണ്ടും ഗായ്സ് 2 ആണ് വീണത്. 2 വീണ അവളുടെ പിറകെ പോണോ അതോ ആ പിറകെ പോവാം, കുഴപ്പമില്ല. അയ്യോ, അവള് മിസ്സായില്ലേ. പക്ഷെ യാതൊരു ലാഭവും മോത്ത് വിഷമമോ കാര്യങ്ങളോ ഇല്ലാതെ ഇരിക്കുന്നതാണോ. ഇല്ല, അവള് എന്റെ വീട് കഴിഞ്ഞു പോയി ഗായ്സ്. എന്റെ വീട് പോയി. വെട്ടാനൊരു ചാൻസ് വരുന്നുണ്ട്. 6ഉം 3ഉം ഒക്കെ വീണിട്ടുണ്ട്. നമുക്ക് നോക്കാം അവളെ വെട്ടാനായിട്ട് പറ്റുമോ നോക്കാം.
ഇല്ല ഗായ്സ്, ഞാൻ മുമ്പിലോട്ട് കയറി പോയി. ആഞ്ജലിയുടെ മുഖത്ത് വെട്ടാൻ കണ്ടതിന്റെ വിഷമമുള്ള മുഖത്ത് ഞാൻ ഇങ്ങനെ പോയിട്ട് അങ്ങനെയും പോകാൻ പറ്റത്തില്ല. അത് കാണിച്ചു കൊടുക്കുന്നു. എതിർകക്ഷിയും മുമ്പിൽ കാണിച്ചു ഈശ്വര, ഞാൻ എന്ത് ചെയ്യും? എത്തി നോക്കിയാൽ നോക്കുന്നു. കണ്ടോ ഗൈസ്, എന്താ ചെയ്യണ്ടേ? നാലിടാം. എന്നിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും അവളെ വെട്ടിയേ പറ്റുള്ളൂ. ഒരെണ്ണം ഞാൻ വീട് വരെ എത്തിച്ചു, പക്ഷെ എനിക്ക് പോവാൻ പറ്റുന്നില്ല വീട്ടിലോട്ട്. ഇവിടെ മോളെന്നോ ഭർത്താവെന്നോ യാതൊരു വിധത്തിലുള്ള ഒരു സെന്റിമെന്റ്സോ ഇല്ല. ഇതിന് മാത്രമേ വെട്ടി എന്റെ കയ്യിൽ ഫൈനലി ഞാൻ വെട്ടിയിരിക്കുകയാണ്. ആറിട്ടിട്ട് അവിടെ വെട്ടി. അപ്പൊ എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാനുള്ള ഓപ്പണിംഗ് എനിക്ക് കിട്ടിയിരിക്കുകയാണ്. അതിന് വീണ്ടും ഒരു 6 ഉണ്ട്. ആ 6 ഇട്ടിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് ആദ്യത്തെ കോയിൻ കയറ്റി. അപ്പൊ എനിക്ക് വീണ്ടും കളിക്കാം. വീണ്ടും കളിക്കുമ്പോ 5 1 ഓക്കെ 5 3 ഇട്ടു. വീണ്ടും അത് അകത്ത് കയറി. എനിക്ക് സെക്കൻഡ് കോയിന് എന്റെ വീടിന്റെ അകത്ത് കയറി. അവനെ കമോൺ, അവനെ ആ 500 റുപ്പീസ് നോക്കി റെഡിയാക്കി വെച്ചോളൂ. അതെ, ഓടി നടന്ന് സിനിമ ചെയ്യുന്നത് കൊണ്ട് തന്നെ ദൈവത്തെ കണ്ണു വെക്കരുത്. 5 ലക്ഷം തരും. ഓക്കെ, 6ഉം 1ഉം വീണിരിക്കുകയാണ്. ഞാൻ ഇവളുടെ വീട്ടിൽ നിന്ന് ഓടുന്നതായിരിക്കും നല്ലത്. രക്ഷപ്പെട്ടോ കേൾക്കുന്നുണ്ട്, അത് വരുന്നുണ്ട്. വീണ്ടും എനിക്ക് റോക്കറ്റ് വീണു. എന്ത് സംഭവിക്കാൻ നോക്കാം. അവളുടെ വീടിന്റെ തൊട്ട് മേലെ എത്തി. ഞാൻ രണ്ടാമത്തെ കോയിനെ വീട്ടിൽ കയറ്റിയിരിക്കുകയാണ്. അങ്ങനെ എനിക്ക് ഒരു അവസരം കൂടെ വന്നു. അതിൽ 6 വീണു. 6ഉം 4ഉം ആണ്. അവനിങ്ങനെ എന്നെ വെട്ടാതെ അവനിങ്ങനെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മനസ്സിലായി അവൾക്ക് 500 രൂപ നഷ്ടപ്പെടാൻ പോവുകയാണ് ഗൈസ്. നമുക്ക് മനസ്സിലായി. 2 6ഉം ഒരു 3 വീണിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ 6 എടുത്ത് ഇവിടെ റോക്കറ്റ് എടുത്തു. ഇവിടെന്ന് ഞാൻ എന്ത് ചെയ്യും ഗൈസ്? ഞാൻ ഈ 6 എടുത്ത് റോക്കറ്റ് എടുത്ത് പോകുന്നതാണ് എനിക്ക് സേഫ് എന്ന് തോന്നുന്നു. ഞാൻ കുറെ ദൂരമാണ് സേഫായി. എനിക്കിപ്പോ സംസാരിക്കാനൊന്നുമില്ല. കാരണം മനസ്സിലായി തോൽവിയുടെ അതെ പടിവാതിൽ നിൽക്കുകയാണ്. എന്നെ വെട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഹൈലൈറ്റ്. ആവണി എന്നെ വെട്ടിയിട്ടില്ല. അവിടെ പല കള്ളക്കളിയിലും ഇതിൽ കളിക്കും. നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. അവസരമുണ്ട്. സങ്കടമാണെങ്കിലും കുപ്പലാണെന്ന് വിചാരിച്ച് നമ്മൾ സന്തോഷിക്കില്ല. ഏകദേശം ഞാൻ എന്റെ വീട്ടിലേക്കുള്ള വഴികൾ അടുക്കാറായി ഗൈസ്. ഞാൻ 6 ഇട്ട് ശനി ആവണി എന്നെ വെട്ടാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഞാൻ ഒരു റോക്കറ്റിലിതാ ഞാൻ 3ാമത്തെ കോയിനും കൊണ്ടുപോയി വിജയിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആവണി എന്നെ വെട്ടാൻ സാധ്യതകൾ കൂടുതലാണ്. എന്നെ വെട്ടി. എനിക്കറിയാം ലാസ്റ്റ് ഒരു കോയിൻ വെക്കുന്നത് ആവണിക്ക് വെട്ടാനാണെന്നുള്ളത്. അവളുടെ മാത്രം വെളിച്ചം വന്നു. ആവണി ഒരു കോയിൻ വീട്ടിന്റെ അകത്ത് കയറ്റി. ഇനിയാണ് അവരുടെ കളി. വരപ്പോറ എന്റെ കാളിയോട് ആട്ടം അല്ലേ? ഞാൻ വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ അവിടുന്ന് ഓടാനും പോവാണ്. 6 2 ഇട്ട് അവനെ ഓടുകയാണ്. ഓക്കെ, ഞാനും പുറകെ വെച്ച് പിടിക്കുകയാണ് 5 ഇട്ടിട്ട്. ഓക്കെ ഈശ്വര, ഞാൻ വീണ്ടും ആവണിയുടെ മുമ്പിലോട്ട് ചടിയിരിക്കുകയാണ്. അവന് 4 ഇട്ടാൽ തീർന്നു. അയ്യോ ഗൈസ്, അവന് കൃത്യമായിട്ട് 4 ഇട്ടു. ഞാൻ വീണ്ടും വീട്ടിൽ നിന്ന് കറങ്ങി വരണം. കണ്ട, ഇതാണ് കളികൾ മാറി വരാൻ മറഞ്ഞു വരാം. ഇനി ഞാൻ 500 രൂപ കരുതേണ്ടി വരുമെന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ വീണ്ടും 6 ഇട്ട് ഗൈസ് ഇറങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഒരു റോക്കറ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. അവിടെ ഞാൻ വീണ്ടും വെട്ടിയിരിക്കുകയാണ്. അവണിയുടെ കോയിൻ ഞാൻ വീണ്ടും അകത്താക്കി. വീണ്ടും 500 രൂപ എനിക്ക് വരുന്ന സാഹചര്യത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് എന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. മുറ്റത്ത് ഇനി ഒരു 6 1 വീണാൻ ഞാൻ ജയിച്ചു. 5 വീണു. ഇനി വെറും 2 വീണ 500 രൂപ എനിക്ക്. ഇനി വീണ്ടും 1 വീണാൽ എനിക്ക് 1 അമ്മയോടുള്ള ദേഷ്യം അവരുടെ മുഖത്ത് സ്പഷ്ടമായി കാണുന്നു. നോക്കട്ടെ, ദേഷ്യവും വാശിയും എല്ലാം ഉണ്ട്. തോറ്റു പോയതിന്റെ സങ്കടവും സകടാവും ഉണ്ട്.
എന്നാലും പോട്ടെ, കളിയുടെ നമ്മൾ തോൽവി ചെയ്യില്ല. അവരുടെ അപ്പോൾ 500 പോയിന്റ് വിഷമാണ് അവരുടെ മൊത്തം നോട്ടെ. ഇനിയൊരു ഒന്നും കൂടെ വീണാൽ ഗൈസ് ഞാൻ 500 രൂപയുടെ സ്വന്തക്കാരിയാവും, സ്വന്തമാവും. ഇന്ന് എനിക്ക് 500 രൂപ രാത്രി ലോട്ടറി അടിക്കും. അതെ, അത് മാമിയുടെ കയ്യിൽ നിന്ന് ഒരു കാശ് പോലും കൊടുക്കാത്ത മാമിയുടെ കയ്യിൽ നിന്നാണ് 500 കിട്ടാൻ പോകുന്നത്. ആ 500 എടുത്ത് ഞാൻ ടീമിൽ എടുത്ത് നിങ്ങളെ മുമ്പിൽ കാണിച്ചു തരുന്നതാണ്. അത് കേൾക്കുന്നവർക്ക് എന്താ സന്തോഷമാണോ സങ്കടമാണോ? ആദ്യം വന്നോ? യെസ്, ആദ്യം സങ്കടമാണോ സന്തോഷമാണോ? 500 രൂപ ഏട്ടപ്പോൾ നേരത്തെ ഓടി, ആദ്യം ഇപ്പൊ തിരിച്ചു കയറി വന്നിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും തോന്നുന്നു 500 രൂപ ഏട്ടം ഒന്നായി വെട്ടി. ഞാൻ പലവരും ട്രൈ ചെയ്യുന്നുണ്ട്, 5, 6, 4 എല്ലാം വരുന്നുണ്ട്, പക്ഷെ ഒന്ന് മാത്രം വരുന്നില്ല. കാത്തി കാണിക്ക് നോക്കട്ടെ, ആവണിക്ക് കിട്ടുന്നുണ്ടോ? ആദ്യം നടക്കിരുന്നോ? അത് വീണ്ടും വന്നു. അതിൽ ഇവിടെ ഉണ്ട്. എല്ലാവരെയും ഹായ് പറയുന്നു. നമുക്ക് ഹായ് കൊടുക്കും എല്ലാവർക്കും. കിട്ടിയല്ലോ എനിക്ക്, താല്പര്യമില്ലാതെ വരികയാണ്. ഇൻട്രസ്റ്റ് ഉണ്ടാവും, വെള്ളത്തിലേക്ക് വിളിച്ചു പോകുന്നു. എനിക്കറിയാം ഏത് നിമിഷം എനിക്ക് ഒന്ന് വീഴും. ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ഒരു കളിയാണ്, ഒരു ഗെയിമാണ്. ഇതിൽ വിഷമോ സങ്കടമോ ഒന്നുമില്ല. ഇത് ഓൺലി ഫോർ എന്റർടൈൻമെന്റ്. ആട് വന്നു അവരുടെ മുഖത്ത് നോക്ക്. സങ്കടം മണമ്പൊട്ടിയിട്ട് കണ്ണീരായി പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്ന തോന്നുന്നു. 500 രൂപ. അയ്യോ, കണ്ണീര് തുടയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആള്. ചേച്ചിയുടെ കണ്ണീര് തുടക്കാൻ അനിയത്തി എത്തിയിരിക്കുന്നു. അനിയത്തിയാണ് സങ്കടത്തോടെ എത്തി കഴിഞ്ഞിരിക്കും ചേച്ചിയുടെ മുഖത്ത്. ഞാൻ ജയിച്ചിരിക്കുന്നു. 500 രൂപ. 1000 പറയാൻ നന്നായി. 1000 പറയാന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ താങ്ക് യു. അപ്പൊ ഞങ്ങള് ഭാഷയേറിയ മത്സരം അടിപൊളിയായിട്ട് കഴിഞ്ഞു, പെട്ടെന്ന് കഴിഞ്ഞു ലൂഡോന്റെ ഗെയിം. കാരണം ഒരുപാട് റോക്കറ്റുകൾ നമുക്കിങ്ങനെ നിരയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് അക്രമം തോറ്റ ആളെ വീണ്ടും വിഷമിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ബായ് പറയും. അപ്പൊ ലൈക്ക് ചെയ്യുക എന്ന് പറയോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. അപ്പൊ ബൈ.